കുട്ടിക്ക് നമ്മൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പിന്നെ മെനു പ്രകാരമുള്ള ഭക്ഷണം കൊടുത്താലേ മതിയാവും. അത് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറവ് പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. അല്ലാതെ ഇനി അധ്യാപകർ ഈ കൊച്ചുമക്കൾക്ക് കൊടുക്കുന്ന ആഹാരത്തിന് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയും വേണ്ട. അതൊക്കെ വേണ്ടി വരുമെന്ന് പറയും. സ്കൂളിലെ HM എന്നൊക്കെ പറയുമ്പോൾ അവിടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, പരീക്ഷ നടത്തണം, ആഹാരം കൊടുക്കണം, അതൊക്കെ വേണ്ടി വരുമെന്ന്. അതിനുവേണ്ടിയില്ലേ ശമ്പളം എല്ലാം കൊടുക്കുന്നത്. സ്വന്തം കയ്യിൽ നിന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മളൊക്കെ നാട്ടില് പലചര കടയിൽ നിന്ന് സാധനങ്ങൾ കടം വാങ്ങുന്നവരാണല്ലോ. അല്ലാതെ നമുക്ക് ഒരു വർഷത്തേക്ക് മുഴുവൻ സാധനം എടുത്തുകൊണ്ട് വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്നവരല്ലോ ഇവിടെ ഇരിക്കുന്നത്. നമ്മളാരും നമ്മുടെ ഈ എല്ലാ കടയുടെ മുന്നിൽ നിന്നും കടം വാങ്ങാറുണ്ട്. ഒരു 10 ദിവസം താമസിച്ചാലും തിരിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഉച്ചഭക്ഷണ പ്രക്രിയയിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരു അധ്യാപകനും ദരിദ്രനായ ചരിത്രമേ ഇല്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ആരും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമേ. നമ്മുടെ മന്ത്രി സാറ് പറഞ്ഞത് കേട്ടല്ലോ. അതായത് ഒരു കുട്ടിക്ക്, ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് ബിരിയാണിയും ഈ പറഞ്ഞ മെനു ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി UP സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ സർക്കാർ പറയുന്ന, ഈ മന്ത്രി പറയുന്ന മെനുവിലുള്ള ഭക്ഷണം കൊടുക്കുന്നതിന് 10 രൂപ 17 പൈസയും, LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് 6 രൂപ 78 പൈസയുമാണ് സർക്കാർ ആകെ നൽകുന്ന തുക. നമുക്കറിയാം, നമ്മൾ വഴിച്ചാടിയിൽ നിന്ന് ഒരു ബിരിയാണി വാങ്ങിച്ചാൽ മിനിമം 100 രൂപയെങ്കിലും ആകും. അപ്പോൾ ഇതിന്റെ ബാക്കി വരുന്ന തുക എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? PTA-യും അവിടുത്തെ അധ്യാപകരുടെ പോക്കറ്റിലെ പൈസയും പിന്നെ നാട്ടുകാരുടെ സംഭാവനയും സ്പോൺസർഷിപ്പും ഒക്കെ ആയിട്ടാണ് കണ്ടെത്തേണ്ടത്. എന്നിട്ട് പറച്ചില്ലോ സർക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്, സർക്കാരിന്റെ ചെലവിലാണ് എന്നൊക്കെ. ആണല്ലോ മന്ത്രി. ഒന്നാമത് തന്നെ അധ്യാപകർ സ്കൂളിന്റെ മെയിൻ്റനൻസ്, പെയിന്റ് അടി, കാലൊടിഞ്ഞ ഡെസ്കിന്റെ മെയിൻ്റനൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നത് അധ്യാപകരുടെ സ്വന്തം പോക്കറ്റിലെ പൈസ കൊണ്ടാണ്. അതിന്റെ കൂടെ അവരോട് ഇതും കൂടെ ചെയ്യാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. കാര്യം അവരുടെ കുടുംബം നടക്കണമല്ലോ, അവരുടെ കുട്ടികളെ വളർത്തണമല്ലോ. കിട്ടുന്ന ശമ്പളം കൊണ്ട് നാട്ടുകാരുടെ കുട്ടികളെ മാത്രം പഠിപ്പിച്ചാൽ മതിയോ? അവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്തൊരു പ്രശ്നം, സർക്കാർ ഇതൊന്നും ചെയ്യുന്നില്ല. സർക്കാർ പ്രഖ്യാപനം മാത്രമാണ് നടത്തുന്നത്. ഈ പ്രഖ്യാപനം നടത്തിയിട്ട് സർക്കാർ പറയുന്നത് ഇത് മൊത്തം ഞങ്ങളാണ് ചെയ്തത്, ഇതിന് പൈസ കൊടുക്കുന്നതോ നാട്ടുകാരെ. കഷ്ടം. കണ്ടവന്റെ കുഞ്ഞിന്റെ തന്തയാകുന്ന ആ പണി വീണ്ടും നടത്തല്ലേ. വേറൊന്നും പറയാനല്ല. കുട്ടികളെ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ PR ചെയ്യുമ്പോൾ, പബ്ലിസിറ്റി നേടുമ്പോൾ അതിന്റെ ആ പൈസ ഇല്ലേ, ആ ഇടപാടും കൂടെ നിങ്ങൾ തന്നെ അങ്ങ് നടത്തണം. അത്രേ പറയാനുള്ളൂ. എന്നെ തെറി വിളിക്കാൻ പറയേണ്ട, യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ട് വന്ന് എന്നെ തെറി പറയണോ വേണ്ടായോ എന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നവർ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.